നാം ഒരു ദീർഘശ്വാസം എടുക്കുക, ഒരു നിമിഷം അത് പിടിക്കുക, എന്നിട്ട് പുറത്തേക്ക് ശ്വാസം വിടുക. നമ്മിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന വായുവിന് അടുത്ത 12 മാസങ്ങൾ ഭൂഗോളത്തെ ചുറ്റുവാൻ കഴിയുമത്രേ. ഇങ്ങനെ നമ്മിൽ നിന്നും പുറന്തള്ളുന്ന മോളിക്യൂൾസ്, തന്മാത്രകൾ ഭാഗികമായി എങ്കിലും മറ്റു മനുഷ്യർ ശ്വസിക്കുകയും ചെയ്യുന്നു. ഈ വിധത്തിൽ മനുഷ്യരെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ്റെ മൂക്കിലേക്ക് ആദ്യം ജീവശ്വാസമൂതിയ ഒരു ദൈവത്തെ നമുക്കറിയാം. അങ്ങനെ മനുഷ്യരെല്ലാവരും ദൈവം നാഥനായുള്ള എ കെമിസ്ട്രി ഹ്യൂമൻ ഫാമിലി, ഒരു രസതന്ത്ര മനുഷ്യ കുടുംബത്തിലെ അംഗങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ മനുഷ്യരെല്ലാവരും ഇൻ്റർഡിപ്പെൻഡൻ്റ് എന്ന് വെച്ചാൽ പരസ്പരാശ്രിതരാണ്. എന്നാൽ ചിലരുടെ മനോഭാവം അനുസരിച്ച് അവർ പറയാതെ പറയുന്നത്, ആസ് ലോങ് ആസ് ഐ ആം നോട്ട് ഹേർട്ടിങ് എനി വൺ, ഇറ്റ് ഈസ് നോബഡീസ് ബിസിനസ് വാട്ട് ഐ ഡു. ഞാൻ ആരെയും ദ്രോഹിക്കാത്തിടത്തോളം ഞാൻ ചെയ്യുന്നത് ആരുടെയും കാര്യമല്ല എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവരിലും ബാധകമാകുന്നു. ഒരു കവി തൻ്റെ കവിതയിൽ കുറിച്ചതിങ്ങനെ: നോ മാൻ ഈസ് ആൻ ഐലൻഡ് എൻഡയർ ഓഫ് ഇറ്റ് സെൽഫ്, എവരി മാൻ ഈസ് എ പീസ് ഓഫ് എ കോണ്ടിനെൻറ്റ്, എ പീസ് ഓഫ് ദി മെയിൻ. ഒരു മനുഷ്യനും ഒരു ദ്വീപല്ല, സ്വയം മുഴുവനും ഓരോ മനുഷ്യനും ഒരു ഭൂഖണ്ഡത്തിൻ്റെ ഒരു ഭാഗമാണ്, പ്രധാന ഭാഗമാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ രസതന്ത്ര മനുഷ്യ കുടുംബത്തിലെ നാഥനായിരിക്കുന്ന ദൈവത്തിന് ആ കുടുംബത്തിലെ അംഗങ്ങളായിരിക്കുന്ന നമ്മോടെല്ലാവരോടും ഇന്ന് പറയുവാനുള്ളത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12-ാമത്തെ വാക്യം: ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം: നാം വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. ഈ കൽപ്പനകൾ നമ്മോട് പറയുന്ന ഒരു ദൂത് മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധം ചില പ്രായോഗിക വിധത്തിൽ കാണിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. പലതും കണ്ടിട്ടും കാണാതെയും പലതും കേട്ടിട്ടും കേൾക്കാതെയും ഇരിക്കുന്ന ആത്മീയ അന്ധന്മാരും ചെകിടന്മാരുമാകാതെ ആത്മാർത്ഥമായി പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ആരംഭിക്കാം. ജാക്ക് ഹീൽസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ലവ് ഈസ് ദി ഡോർവേ ത്രൂ വിച്ച് ദി ഹ്യൂമൻ സോൾ പാസസ് ഫ്രം സെൽഫിഷ്നെസ് ടു സർവീസ്. മനുഷ്യൻ്റെ ആത്മാവ് സ്വാർത്ഥതയിൽ നിന്ന് സേവനത്തിലേക്ക് കടക്കുന്ന വാതിലാണ് സ്നേഹം. ദൈവമാണ് സ്നേഹം ആദ്യമായി നമ്മിലേക്ക് പകർന്നത്. ആ സ്നേഹം നമ്മിൽ നിന്നും മറ്റുള്ളവരിലേക്ക് ഒരു സേവനമായി പകരപ്പെടട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.